ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട വാർത്ത കൂടിയാണ്. വീണ്ടും സംസ്ഥാന പര്യടനത്തിനൊരുങ്ങി തമിഴക വെട്രി കഴകം. തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് വീണ്ടും ഒരു സംസ്ഥാന പര്യടനത്തിന് ഒരുങ്ങുകയാണ്. ഡിസംബർ ആദ്യവാരം പൊതുയോഗത്തിനാണ് നീക്കം. ഡിസംബർ 4 സേലത്ത് പൊതുയോഗം നടത്താനാണ് ഇപ്പോൾ നിലവിലെ നീക്കം എന്നുള്ളത്. ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിൽ തന്നെയാണ്. സംസ്ഥാന പര്യടനത്തിന് ഒരുങ്ങിയിരിക്കുന്നു തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ്. ഡിസംബർ ആദ്യവാരത്തോടെ, കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 4 സേലത്ത് പൊതുയോഗം നടത്താനാണ് നിലവിൽ തമിഴക വെട്രി കഴകത്തിൻ്റെ നീക്കം. ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാസം കൃത്യമായി പറയുകയാണെങ്കിൽ നവംബർ ആദ്യവാരത്തിൽ തമിഴക വെട്രി കഴകത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ തീരുമാനിച്ചിരുന്നു. മഹാബലിപുരത്ത് ചേർന്ന ആ ഒരു TVK ജനറൽ കൗൺസിൽ യോഗത്തിലൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ തീരുമാനിച്ചുകൊണ്ടുള്ള പ്രമേയമടക്കം പാസ്സാക്കിയതാണ്. അതോടൊപ്പം AIADMK സഖ്യത്തിലുള്ള ശ്രമങ്ങൾ TVK തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ AIADMKയുമായിട്ടൊരു സഖ്യവുമില്ല. തങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു നീക്കമെന്ന് പറയുന്നത് അത്തരത്തിലൊരു സഖ്യമില്ല, മുഖ്യമന്ത്രിയാവുക എന്നുള്ള ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് വിജയ് എന്നുള്ളതാണ് ഈ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തമിഴക വെട്രി കഴകം വീണ്ടും ആ ഒരു പര്യടനം, അന്ന് നിർത്തിയ അല്ലെങ്കിൽ അന്ന് നിന്നുപോയ ആ ഒരു പര്യടനം, കരൂർ ദുരന്തത്തിന് ശേഷം ഒരു അനിശ്ചിതത്വം വന്ന ആ ഒരു പര്യടനം വീണ്ടും തുടങ്ങാനൊരുങ്ങുന്നു തമിഴക വെട്രി കഴകം അധ്യക്ഷനായിട്ടുള്ള വിജയ്. ഡിസംബർ 4 ഇതിനെ സംബന്ധിച്ച് ഒരു പൊതുയോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം കൂടുതൽ തീരുമാനമുണ്ടാകും. ഡിസംബർ 4 ആ ഒരു പൊതുയോഗം ഉണ്ടാവുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. നിരവധി സഖ്യങ്ങൾ TVKക്ക് ഉണ്ടാകും എന്നുള്ള സൂചനകളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. തമിഴക വെട്രി കഴകം ഒരു സഖ്യകക്ഷിയായി, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പ്രധാന കക്ഷികൾക്കൊപ്പം, അല്ലെങ്കിൽ പ്രധാന കക്ഷികളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു സഖ്യകക്ഷിയായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് തമിഴക വെട്രി കഴകത്തിൻ്റെയും തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയിയുടെയും ലക്ഷ്യമെന്നുള്ള തരത്തിലും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ അഭ്യൂഹങ്ങളൊക്കെ തള്ളുന്നതാണ് ഈ ഒരു സംസ്ഥാന പര്യടനം പോലും വീണ്ടും നടത്താനൊരുങ്ങുന്ന ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഒരു കക്ഷികളുടെയും പിന്തുണയില്ലാതെ ഒരൊറ്റ കക്ഷിയായി തമിഴക വെട്രി കഴകം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു സൂചന നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ നിലവിലെ ഈ ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത്. സേലത്ത് ഡിസംബർ 4 ഒരു പൊതുയോഗമുണ്ടാകും. ആ പൊതുയോഗത്തിന് ശേഷം ഈ പര്യടനത്തിലേക്കൊക്കെ കടക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. 2026 ഏറ്റവും പ്രധാനം ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു വിജയുടെ പ്രസംഗം തന്നെയാണ്. ആ പ്രസംഗത്തിലെ വാക്കുകൾ തന്നെ വീണ്ടും അത് ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. 2026 ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് താനായിരിക്കുമെന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു വിജയ് നൽകിയ അല്ലെങ്കിൽ വിജയ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. എന്തായാലും നിലവിൽ വീണ്ടും തമിഴക വെട്രി കഴകം സംസ്ഥാന പര്യടനം പുനരാരംഭിക്കുകയാണ്. ഡിസംബർ ആദ്യവാരമുള്ള പൊതുയോഗത്തിന് ശേഷം കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന ശക്തമായ സൂചന.